സ്ഥലമൊക്കെ ഉണ്ടാച്ചേ നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. മീൻ കിടക്കണ കണ്ടാ? ഇതെന്തോരം മീനാണ്, വളർത്തണമൊന്നുമല്ലല്ലോ ഇത്. ഇവിടെയൊക്കെ ഉള്ളതാണ് കൊച്ചേ കോല. നമ്മളെ ഇവിടെ വളർത്തണമൊന്നുമല്ല, ഇതിവിടെ ഉള്ളതാണ്. കായലിലൊക്കെ കണ്ടിട്ടില്ല. എടുക്ക് നല്ല തേങ്ങ കേട്ടാ. മക്കളുടെ തേങ്ങയൊക്കെ ഇത് ഇവിടെ നിന്ന്. അതെ, വെള്ളത്തിനടിയിൽ ഒരു ചെടി ഉണ്ട്, അതിലൊന്ന് പൊട്ടിമുളച്ചു വന്നതാ. ഓ തമാശ. നിക്കലിട്ടേക്ക് കേട്ടാ, ചിരിച്ചേക്കാം. അല്ല പിന്നെ ഇത്രയും തെങ്ങ് നിക്കണടുത്ത് നിന്ന് തേങ്ങ വന്നപ്പോ എവിടെ നിന്ന് വന്ന് ഈ തേങ്ങ? പൊട്ട സാധനം. വെള്ളം കാറ്റിന് പോകണേ. ഇതിലധികം വെള്ളം ഇല്ല. അയ്യോ അടുത്ത്. എണീറ്റിരിക്കട്ടെ. ഇരുന്നു. വരല്ലേ. ആരെങ്കിലും മീനെങ്കിലും കിട്ടിയില്ലെങ്കിൽ നിങ്ങളെങ്കിലും കിട്ടല്ലോ. അത് ശരി, ഞങ്ങളെ വീശി എടുക്കാൻ വേണ്ടി ഇരിക്കണല്ലേ. ഞങ്ങളെ പായസം വെക്കാൻ തേങ്ങ ഇല്ലാഞ്ഞിട്ട് തേങ്ങ നോക്കാൻ വേണ്ടി. നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളു, ഇതിപ്പോ നാട്ടുകാർക്ക് മുഴുവൻ പായസം വെക്കാനുള്ള തേങ്ങ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യില്. ഓണമല്ലേ. പിന്നെ തിരിച്ച് നിങ്ങൾ എങ്ങനെ പോകും? വീട്ടിലായിട്ട് ഒഴുക്കല്ലേ, ഇവിടെ എല്ലായിടത്തും കുടിക്കോ? അതൊക്കെ ഞങ്ങൾ പോകും. സെറ്റപ്പാണല്ലോ. വീട്ടിൽ വെപ്പം കൂടിയൊന്നും ഇല്ലേ? അമ്മ കാലാക്കിയല്ലേ. വീട്ടില് വഴക്കിട്ട് പോയാലേ നമുക്ക് ജീവിക്കണ്ടേ. വീട്ടിൽ വഴക്കണേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ആ കറക്റ്റായിട്ട് അവിടെ വെള്ളം കൊണ്ടുവന്നിട്ട് കണ്ട. ആ വലയിലൊന്നുമില്ല ഞാൻ ചേച്ചി. ഈയിടെയായിട്ട് ഗാങ്കി അല്ലേലും കള്ളത്തരേ പറയുള്ളൂ. ഇച്ചിരി കള്ളനായിരിക്കണം. എന്നാലും ചെമ്പല്ലി കിട്ടിയിട്ട് ഇല്ലെന്നല്ലേ പറഞ്ഞത്. അന്നേ അത് ഓമന ചേച്ചി മറന്നില്ലേ? മറക്കല. എന്നൊരു കള്ളത്തരം പറഞ്ഞില്ല, അത് മറക്കല. അടുത്ത വല്ല ചെമ്മീൻ ഉണ്ടെങ്കിലല്ല ഓമന ചേച്ചികളെ. ചെമ്മീൻ ഇല്ലെങ്കിൽ എന്നൊന്നും പറയരുത്. ഇല്ല കിട്ടും, ഞങ്ങൾക്ക് കിട്ടും. ഞാൻ ഇത്ര നേരം വീശിയിട്ടൊന്നും കിട്ടിയിട്ടില്ല. കിട്ടും വലേ അണ്ട, അത് പരന്നുമില്ല. കിട്ടാനാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ കിട്ടും. ഒരു ഭൂമിയിലുണ്ട് ഓമന ചേച്ചിക്കൊക്കെ. കണ്ട ഓമന ചേച്ചിക്കുള്ള കണ്ണി റെഡി. കണ്ണി നല്ല മീനല്ലേ? കണ്ണി നല്ല മീൻ, അതിൽ ഉറച്ച മാംസമാണ്. ആണോ? എന്നാ പിന്നെ 2-3 കണ്ണി കൂടി പിടിച്ചു തന്നിട്ട് ഞാൻ വിടണല്ലോ ഓമന ചേച്ചിനെ. പിന്നെയും കള്ളത്തരം പറഞ്ഞേക്കാണ്. ചെമ്മീൻ വെച്ചോണ്ടില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞേക്കാണ്. ഇത് ഞാൻ ഓമന ചേച്ചിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നാണ്. ഞാനടുത്ത് കള്ളത്തരം. അത് കൊള്ളാം. ഇത്രയും ചെമ്മീൻ ഞാൻ തരാൻ വേണ്ടല്ല, എനിക്ക് കുറച്ച് കക്കനെ തന്നെ തരാം. ചെമ്മീൻ തന്നില്ലെങ്കിലും കക്ക തരാം. നല്ല ഉപ്പ് വെള്ളത്തിൽ കിടക്കണ കക്ക തന്നിട്ട് കുറെ നാളായി. വെള്ളത്തിൽ നമുക്ക് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് വെള്ളത്തിലൊക്കെ. നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് വേണ്ട, നമുക്ക് എന്തെങ്കിലും പച്ചക്കറി ഇട്ട് കറി വെക്കാം. അങ്ങനെയാണെ പിന്നെ എന്ത് പച്ചക്കറി? അച്ചിങ്ങയിട്ട് കറി വെച്ചാലാ? അച്ചിങ്ങായ? നല്ല അച്ചിങ്ങയുള്ള ഒരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോയി ഇച്ചിരി അച്ചിങ്ങ മേടിക്കാം. എവിടെയാ? അതൊക്കെ ഉണ്ട്, നീ വാ. ചെരുപ്പ് എന്തേ? എൻ്റെ അവിടെ കിടക്കും. അമ്മോ, എന്തോരം അച്ചിങ്ങാണ് അമ്മ ഇവിടെ. നമുക്ക് ഓണമൊക്കെ അല്ലേടി, 2 ദിവസത്തൊക്കെ നമ്മൾ മേടിച്ചോണ്ട് പോകാം. നമുക്ക് തരുവോ 2 ദിവസത്തേക്ക്? നമ്മുടെ വിൻസെന്റ് തന്നെ അല്ലേടി, നമുക്ക് തള്ളിപ്പറ്റിച്ച് മേടിക്കും. നീ അനങ്ങാണ്ട് നിന്നെച്ചാൽ മതി. പട്ടി ഉണ്ടായിരുന്നു അവിടെ, അച്ചിങ്ങ പറിക്കാൻ വന്നവർ പട്ടുകടിയും കൊണ്ടുപോയെന്ന് പറയരുത്. പട്ടി ഉണ്ടാന്ന് നോക്കാം. വാ. അതിനാ പട്ടീനെ നമുക്ക് തരികയല്ലേ ചാമേ? ഒന്ന് പോടി. വിൻസെന്റ് ചേട്ടാ. ഞങ്ങൾക്ക് ഇത്തിരി അച്ചിങ്ങ വേണമായിരുന്നു. ഇത്തിരി ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ രാവിലെ വന്നവര് കൊണ്ടുപോയില്ല, കച്ചവടക്കാർ വന്ന് കൊണ്ടുപോയില്ല. ഞങ്ങൾക്ക് ഒരുപടി അച്ചിങ്ങാൻ മതി. അത് ചെമ്മീൻ കിട്ടി ഇവക്കിച്ച് നല്ല അച്ചിങ്ങായിട്ട് ചെമ്മീൻ വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്ന. ഞങ്ങൾക്ക് ഒരുപടി അച്ചിങ്ങാൻ മതി. ഞങ്ങൾ അവിടെ ഉണ്ടല്ലോ കിള്ളിയിട്. എന്തൊക്കെ സാധനങ്ങളാണ് നമ്മളൊക്കെ പിടിപ്പിച്ച് ഒന്നും ആകൂല എന്ന് പറഞ്ഞാൽ ഈ ഇതിന് ചുട്ടുന്ന മാറാതെ നല്ല വളമായിട്ട് ഉണ്ടാക്കണതാണ്. പഞ്ചായത്ത് വന അവാർഡൊന്നും വേറെ ആർക്കും പോയല്ല, അത് വിൻസെന്റ് തന്നുള്ളതാണ്.
പിന്നെ അങ്ങനെയുള്ള കഷ്ടപ്പെട്ടല്ലേ പഞ്ചായത്തിൽ എന്താ വാർഡ് പച്ചക്കറിയുടെ വന്നാലും അത് വിൻസെൻ്റ് തന്നെ. പിന്നെ അവാർഡ് കണക്കാക്കിയല്ല ഞാൻ ചെയ്യണത്. അവാർഡാണ് എനിക്ക് ഇപ്പോൾ 5 കൊല്ലമായിട്ട് എനിക്ക് സ്ഥിരം കിട്ടുന്നുണ്ട്. അതുകൊണ്ടല്ല എൻ്റെ ഇതൊക്കെ ഉണ്ടാക്കണ ഒരു സന്തോഷം. ആ സന്തോഷം മനസ്സിന് എല്ലാവർക്കും നല്ല വിഷമില്ലാത്ത പച്ചക്കറി കൊടുക്കാൻ. അത് പലരും വന്ന് പുറത്ത് ചോദിച്ചെങ്കിലും ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ നാട്ടുകാർക്ക് മാത്രമാണ് അത് കൊടുക്കുന്നത്. നാട്ടിലുള്ളവരെ ഞാൻ ആകുമ്പോൾ വരുള്ളൂ എന്നുള്ള ഇതിലാണ് അവരോട് പറഞ്ഞേക്കണമെന്ന് ഞാൻ പറഞ്ഞു. പലരും ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു, എൻ്റെ നാട്ടുകാർ മാത്രമേ എന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ ഞാൻ അവർക്ക് വിഷമില്ലാത്ത പച്ചക്കറി കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ നല്ല പച്ചക്കറി ഉണ്ടാകും, അച്ചിങ്ങ നല്ല ഉണ്ടാകും എന്നോർത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പം ഞാനിവളോട് പറഞ്ഞു, എടി അച്ചിങ്ങ ചെമ്മീൻ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വിൻസെൻ്റ് വീട്ടിൽ പോയി ഇച്ചിരി അച്ചിങ്ങ മേടിക്കാം. അപ്പോൾ ഇവള് പറഞ്ഞ് എനിക്ക് തരികയായിരുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വിൻസെൻ്റ് ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതാണ്. നിങ്ങൾ വന്നതല്ലേ, ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ കുറച്ച് നോക്കി തരാം നിങ്ങൾക്ക് വേണ്ടി. വാ ഉണ്ടായിരുന്നു, നേരത്തെ പക്ഷേ ഇല്ല. പച്ചമുളക് നല്ലതായിരുന്നു. അതാണ് കഴിഞ്ഞ അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കാന്താരിയും ഇതൊക്കെ ഉണ്ടായിരുന്നല്ല. അച്ചാമ്മേ അവിടെ പീച്ചിങ്ങയൊക്കെ ഇപ്പോഴും നമുക്കതും പറിച്ചോണ്ട് വന്നാലോ? അയ്യോ മതി, ഈ കിട്ടിയത് അച്ചിങ്ങ കിള്ളി ഇടും, നമുക്ക് പോകാം. മുലക്കടിമേടി മുലക്കൊക്കെ അച്ചമ്മ വെറുതെ നോക്കി നിൽക്കണേണോ? ഇല്ലടി ഞാൻ കിള്ളണോണ്ടടി. ഇത് വിഷമില്ലാത്ത വെള്ളിരിക്കാം, ധൈര്യമായിട്ട് തിന്നാം. കറിക്ക് വേണ്ടി വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് അതുകൂടി ഇരിക്കട്ടെ. എത്ര കാശാണ് വിൻസെൻ്റ്? പൈസയൊന്നും വേണ്ട, നിങ്ങൾ വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുക, അതാണ് എൻ്റെ സന്തോഷം. എന്നാ ഞങ്ങൾ പോട്ടെ. വാ. വിറകെടുക്കാൻ പോയിട്ട് എന്തെല്ലാം സാധനമാണ് കിട്ടിയത്. ചെമ്മീൻ, അച്ചിങ്ങ, പീച്ചിങ്ങ, തേങ്ങ, വിറക്. എങ്ങനെ കിട്ടാണ്ടിരിക്കും? ഞാനല്ലേ കൂടെ വന്നത്. അതിന് കൂടെ വന്നതുകൊണ്ട് എന്താ കാര്യം? ഞാൻ കൂടെ വന്നുകൊണ്ടാ കിട്ടിയത്. ഇതൊന്നും അല്ല, അത് എന്നോട് ഇഷ്ടമുള്ളവർ എനിക്ക് തന്നാണ് ഓരോ കൂട്ടം സാധനങ്ങൾ. നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് എടുത്താൽ പോരെ കൊച്ചേ? നമുക്ക് ഇപ്പോഴത്തെ ബാക്കി കൊണ്ട് ഫ്രിഡ്ജിൽ വെക്ക്. ഇത്ര ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത് മതിയാകുമല്ലോ. അത് മതി. ആ സവാള പൊളിച്ചിടാം, അച്ചമ്മ ചെമ്മീൻ പൊളിച്ചിട്ട് കേട്ടെ. ഓ അച്ചാമ്മയിലും മുത്താണല്ല, അച്ചാമ്മയുടെ ചെമ്മീൻ പൊളിയാണ്. ചെമ്മീൻ പൊളി തള്ളി പറ്റിച്ചാണ് അച്ചിങ്ങ മേടിച്ചത്. അന്നേരമാണ് അവളെ എന്നൊരു തള്ളല് ചെമ്മീൻ കിള്ളണത്. അല്ലെങ്കിൽ അച്ചാമ്മനെ കണ്ട് തന്നെയല്ലേ ഞാൻ പഠിക്കണേ. ഒരു കൊച്ച കല്ലിടിച്ച് പൊട്ടിച്ചാൽ മതി. ചാമതേ ഞാൻ പോണേട്ടോ, എനിക്ക് റെക്കോർഡ് ഒരുപാട് എഴുതാനുണ്ട്. അതേ മോളെ അവിടെ നിൽക്കി. എന്താ അവിടെ ആ ചോറങ്ങലും ചരിച്ചിട്ടിട്ടുണ്ട്, അതൊന്ന് നിവർത്തിയൊക്കെ പോയി, എന്നിട്ട് റെക്കോർഡൊക്കെ എഴുതാം. അവിടെ നില്ല്, ചെയ്തിട്ട് വരാം. നല്ല മഴക്കാറുണ്ടല്ലോ അച്ചാമ്മേ, തുണിയല്ലേ ഇനി അലക്കണ? മടി പിടിച്ചിട്ട് അലക്കാൻ കഴിയല, മഴക്കാരനെ പറയാം. ഞാൻ അലക്കണ്ട. ഇതെന്തല്ല അച്ചാമ്മ, ഇത് നോക്കണില്ലേ? കേട്ടാ
എന്നാ അല്ലെങ്കിൽ വല്ല കൊതിയും കിട്ടും. ചൂട് ചൂട് ചൂട്. സൂപ്പർ. ഉത്സവം ഉണ്ടാ മതിയല്ലോ, കൂടുതൽ വേവ് കണ്ട. ഇത്രയോ എന്താ അല്ല കറിയുടെ വിശക്കണ്. കറി കണ്ടപ്പോഴാണ് വിശക്കണത്. ഇവിടെ നേരെ ഒരുപാടായില്ലേ? മതി, അടച്ച വെച്ചിട്ട് വാ, അതിനവിടെ കന്ന് വെന്തോളൂ. നമുക്ക് വിശപ്പ് തുടങ്ങി. സൂപ്പർ സാധനങ്ങളോ. ഇഷ്ടായ? സൂപ്പറാ. നാളുണ്ടല്ലോ അച്ഛാമ്മ, എനിക്ക് പീച്ചിങ്ങ ചെമ്മൻ തന്നുവിട്ടാൽ മതി. പിന്നെ മറ്റന്നാ നമുക്ക് അച്ഛനെ വെറുതെ ഫ്രൈ ചെയ്തോണ്ടോ, അതിൻ്റെ പിന്നെ നമുക്ക് கொஞ்சம் റോസ്റ്റ് ചെയ്യാം. ആ ചെമ്മീനും പീച്ചിങ്ങ എല്ലാം ഇരിപ്പുണ്ടല്ലോ, അത് ആവശ്യം പോലെ എന്താന്ന് വെച്ചാൽ തീരോളം വെച്ച് തരാം. അത് തീരുമ്പോൾ നമുക്കൊന്നും കൂടി ചുള്ളി ഒടിക്കാൻ പോകട്ടാ.